ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ സ്കോച്ച് എഗ്ഗിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ട്രഡീഷണലായിട്ട് ചെയ്യുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാനിന്നിവിടെ സ്കോച്ച് എഗ്ഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. സാധാരണ ട്രഡീഷണലായിട്ട് സ്കോച്ച് എഗ്ഗ് ഉണ്ടാക്കുമ്പോൾ അതിൽ സോസേജ് മീറ്റാണ് എഗ്ഗ് റാപ്പ് ചെയ്യാനെടുക്കുക. പിന്നെ പൊട്ടാറ്റോ മിക്കപ്പോഴും ആഡ് ചെയ്യില്ല. അതുപോലെ തന്നെ ഇവിടെ കോഴിമുട്ടയാണ് ട്രഡീഷണലായിട്ട് മിക്കപ്പോഴും എടുക്കാറ്. ഞാനിവിടെ കാടമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് 4 പൊട്ടാറ്റോ ബോയിൽ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 4 പൊട്ടാറ്റോ അധികം വലിപ്പമില്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ 4 പൊട്ടാറ്റോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വലിപ്പത്തിനനുസരിച്ച് എണ്ണം കൂട്ടിയോ കുറച്ചോ എടുക്കാം. പിന്നെ ഞാനിവിടെ മുട്ട ഒരു 5 മുട്ട ഞാനിവിടെ ഇട്ടിട്ടുണ്ട് പുഴുങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊട്ടാറ്റോ നമ്മൾ നന്നായി ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഉടയ്ക്കുക. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടയ്ക്കുക. എന്നിട്ട് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണ്, പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ നന്നായി ഉടച്ച പൊട്ടാറ്റോയിലേക്ക് ആഡ് ചെയ്യണം. പിന്നെ ഞാനിവിടെ ബോൺലെസ് ചിക്കന് ഇവിടെ ഉപ്പും മഞ്ഞളും മാത്രം ചേർത്തിട്ട് അധികം മുരിയാണ്ട് ചൂടായ ഓയിലിൽ എടുത്ത് പൊരിച്ചെടുത്തേക്കാണ്. അപ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ പൊരിച്ച ചിക്കനാണെങ്കിൽ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് അടിഞ്ഞു കിട്ടും. ഗ്രൈൻഡറിനുള്ളിലൊന്നും അങ്ങനെ തങ്ങി നിൽക്കില്ല. അപ്പോൾ ഞാൻ വേവിക്കുന്നതിന് പകരം ഇങ്ങനെ പൊരിച്ചെടുക്കുക ചെയ്തിട്ടുള്ളത്. അത് 4-5 പീസ് ഞാൻ ഗ്രൈൻഡറിലിട്ട് അടിച്ചിട്ട് ഈ പുഴുങ്ങിയ പൊട്ടാറ്റോയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കണം. അപ്പോൾ ഇവിടെ മല്ലിയില ചേർത്ത് കൊടുത്തു. പിന്നെ ഞാനിവിടെ സബോളയും പച്ചമുളകും, ഒരു സബോള കട്ട് ചെയ്തതും പച്ചമുളകും 3 എണ്ണം അരിഞ്ഞതും, ഇഞ്ചി ഒരു ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ചതച്ചെടുത്തു, അതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും. അപ്പോൾ ഇത് 3ഉം കൂടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സബോള ചതച്ചതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത്, പിന്നെ ഉപ്പ് നമുക്ക് ഓൾറെഡി ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ പൊട്ടാറ്റോയിലൊന്നും നമ്മൾ ഉപ്പില്ലാത്തത് കൊണ്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് നിങ്ങൾ ടേസ്റ്റ് അനുസരിച്ച് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ട തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങൾ കോഴിമുട്ട എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ റാപ്പ് ചെയ്യാനായിട്ട് കുറേ പൊട്ടാറ്റോ ആവശ്യം വരും. പൊട്ടാറ്റോയും ചിക്കനും കുറച്ചധികം ആവശ്യം വരും കോഴിമുട്ട എടുക്കണമെന്ന് വെച്ചാൽ. കാടമുട്ടയാണെങ്കിൽ കുറച്ച് നമുക്ക് ആവശ്യം വരുള്ളൂ റാപ്പ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു അലുമിനിയം ഫോയിലിലേക്ക് ഈ പൊട്ടാറ്റോ ഉടച്ചത് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അത് ഈ മുട്ടയിൽ ഒന്ന് പൊതിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് കൈവെള്ളയിൽ വെച്ച് ചെയ്യുന്നത് എളുപ്പമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെ ഈസിന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ പൊട്ടാറ്റോ ഇങ്ങനെ ചെറുതായിട്ടൊരു അലുമിനിയം ഫോയിലിലേക്ക് പരത്തി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ മുട്ട വെച്ചിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പാക്കി എടുക്കുകയാണ്. റൗണ്ട് ഷേപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഈസിക്ക് അനുസരിച്ച് ചെയ്യാം. നിങ്ങൾക്ക് കൈവെള്ളയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ പാത്രത്തിൽ വെച്ചിട്ടാ എങ്ങനെയാണ് നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പാക്കാൻ ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. അങ്ങനെ ഇപ്പം ഞാനിവിടെ എല്ലാ പൊട്ടാറ്റോയും ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളത് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ ഓരോ ബോൾസും ആദ്യം ഒരു മുട്ട അടിച്ചത്, മുട്ടയും ഉപ്പും കുരുമുളകും പൊടിയും കൂടി അടിച്ചതിൽ മുക്കിയിട്ട്, പിന്നെ റസ്ക് പൊടിയിലും മുക്കിയിട്ട് ചൂടായ ഓയിലിൽ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റസ്ക് പൊടിയും മുട്ടയും തയ്യാറാക്കി വെക്കുകയാണ്. അപ്പോൾ ഒരു റസ്ക് പൊടി അധികം വേണ്ട, കുറച്ചുള്ളെങ്കിൽ നമ്മൾ റസ്ക് പൊടി കുറച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് റസ്ക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മുട്ട ഉപ്പും കുരുമുളകും ചേർത്തിട്ട് ഒരു മുട്ട അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഓരോ ബോൾസും മുട്ടയിൽ മുക്കിയിട്ട് അതിനുശേഷം റസ്ക് പൊടിയിൽ മുക്കി എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഇത് ഫ്രിഡ്ജിൽ വെക്കണം. ഒരു അരമണിക്കൂർ വെച്ചാൽ മതിയാവും. മാക്സിമം നമുക്കൊരു അരമണിക്കൂർ വെച്ചാൽ മതി. കാരണം ഇത് നമ്മൾ ഇതിൽ റസ്ക് പൊടിയിൽ മുക്കിയ ഉടനെ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ഈ റസ്ക് പൊടിയൊക്കെ ഓയിലിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അതിന് ശേഷം ഞാനിവിടെ ഓയിൽ ചൂടായിട്ട് ഓരോന്നോരോന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിതിവിടെ എല്ലാനും ഒരു ടിന്നിലാക്കിയിട്ട് ഞാനിവിടെ ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ കീപ്പ് ചെയ്യാണ്. അതിനുശേഷം ഞാൻ അരമണിക്കൂറിന് ശേഷം
ചൂടായ ഓയിലിൽ പൊരിച്ചെടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിന്നെ അധികം മറിച്ചിടേണ്ട ആവശ്യം വരില്ല. ഞാനിവിടെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ. അപ്പം ഞാനിവിടെ മറിച്ചിട്ടിട്ട് എല്ലാ ഭാഗം ഗോൾഡൻ കളർ ആവുന്ന വരെ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഗോൾഡൻ കളർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോസിൻ്റെ കൂടെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ്.